ചില സോൾസുമായിട്ട് ഈ സാത്താൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുഷ്ടശക്തികൾ അൺകോൺഷ്യസ് മൈൻഡ് ഈസ് വെരി പവർഫുൾ. അപ്പോൾ ആ പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ വികാരങ്ങളുടെ മുഴുവൻ ഇരിപ്പിടമാണ് അൺകോൺഷ്യസ് മൈൻഡ്. അവരുടെ സോൾസിനെ എനിക്ക് തന്നു കഴിഞ്ഞാൽ 10 വർഷത്തേക്ക് നിങ്ങൾക്ക് എല്ലാ സുഖങ്ങളും ഞാൻ തരാമെന്ന് പറഞ്ഞ് അതിനുശേഷം നീ എൻ്റെ അടിമയായിരിക്കും, അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടും എന്ന് പറഞ്ഞു. അത് പ്ലസബോ ഇഫക്റ്റാണ്. കാരണം ഈ ഡോക്ടർ തരുന്നത് മരുന്നാണ് എന്നുള്ള 110% വിശ്വസിച്ചുകൊണ്ട് സ്വീകരിച്ചിട്ട് സുഖമായി. പ്രേതാലയം പോലെ കിടക്കുന്ന ചില വീടുകൾ പോകുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് അവിടെ ഒരു പ്രശംസ തോന്നുന്നു, അല്ലെങ്കിൽ അതൊരു പുള്ളി ചൂട്ടുകറ്റയുമായിട്ടാണ് പോകുന്നത്. അന്ന് നമുക്ക് ടോർച്ചൊന്നും ഇല്ല, അപ്പം ചൂട്ടുകറ്റ ഉണ്ടാകും. അങ്ങേ യേശുവിനോട് അടുപ്പിച്ചൊരു സന്ദർഭം പുറത്ത് പറയാമോ? വൈദികർ കല്യാണം കഴിക്കാത്തത് അതിന് വേണ്ടിയിട്ടാണ്, മനസ്സിലായി. അപ്പോൾ ഹീ ഈസ് ടോട്ടലി അവൈലബിൾ ഫോർ ദ പീപ്പിൾ. അതുകൊണ്ടാണ് ഈ എക്സോസിസം അങ്ങനെയുള്ള കാര്യങ്ങൾ പള്ളികൾ അതിനെ ചെയ്യരുത് എന്ന് പറയുന്നത്. എക്സോർസിസം എന്ന് പറയുന്നത് യു സി, അപ്പോൾ ഈ സാത്താൻ്റെ സന്തതികളാണ് എന്ന് പറയുന്നത്. ഓരോ ക്രിസ്ത്യാനിയും അത് തന്നെ ആയിരിക്കണം. ആൾട്ടർ ക്രിസ്തു എന്നാണ് ലത്തീൻ ഭാഷയിൽ പറയുന്നത്. അനദർ ക്രൈസ്റ്റ്, അതാണ് ക്രിസ്ത്യൻ. ഫാദർ, ഞാനൊരു ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ ചില സോൾസുമായിട്ട് ഈ സാത്താൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുഷ്ടശക്തികൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടും. അവരുടെ സോൾസിനെ എനിക്ക് തന്നു കഴിഞ്ഞാൽ 10 വർഷത്തേക്ക് നിങ്ങൾക്ക് എല്ലാ സുഖങ്ങളും ഞാൻ തരാമെന്ന് പറഞ്ഞ് അതിനുശേഷം നീ എൻ്റെ അടിമയായിരിക്കും, അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കോൺട്രാക്റ്റ് യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ടോ? ഇപ്പോൾ പലപ്പോഴും ക്രൈസ്തവ വിഭാഗത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാത്താൻ നിന്നെ ശിക്ഷിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ കേട്ടുള്ള പ്രസംഗങ്ങളാണെങ്കിൽ പോലും. അതെങ്ങനെയാണ് ക്രൈസ്തവ വിഭാഗത്തിൽ വരുന്നത്? ക്രിസ്തുവിൻ്റെ ജീവിതം എടുത്ത് നോക്കിയാൽ യേശു പരസ്യജീവിതം തുടങ്ങുമ്പോൾ 40 രാവും 40 പകലും മരുഭൂമിയിൽ ഭക്ഷണമൊന്നും കഴിക്കാതെ ധ്യാനനിരതനായി കഴിഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ യേശുവിനെ പരീക്ഷിക്കാനായി പിശാച് വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിനോട് പറഞ്ഞത്, നല്ലോണം വിശന്നിരിക്കുന്ന നേരമാണ്, ഈ കാണുന്ന പാറക്കഷ്ണങ്ങളോട് അപ്പമാകാൻ കൽപ്പിക്കുക, അപ്പോൾ അപ്പമാകും, അപ്പോൾ നിനക്ക് കഴിക്കാമല്ലോ. അപ്പോൾ യേശു പറഞ്ഞെന്താ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പിന്നെയോ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടുകൂടിയാണ്, ദൈവവചനങ്ങൾ കൊണ്ടുകൂടിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ യേശുവിനെ കൊണ്ടുപോയി ഒരു വലിയ ഉയർന്ന സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു, ഈ കാണുന്ന രാജ്യം മുഴുവൻ നിനക്ക് തരാം, നീ എന്നെ ആരാധിച്ചാൽ മതി. അപ്പോൾ യേശു പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട, സത്യമായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് പിശാച് വിട്ടുപോയി എന്നാണ് വായിക്കുന്നത്. ഇത് നമ്മൾ പിശാച് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ പെർസോണിഫിക്കേഷൻ ഓഫ് അവർ അൾട്ടീരിയർ ഡിസയേഴ്സ്. നമ്മുടെ അധമമായ ആഗ്രഹങ്ങളുടെ പെർസോണിഫിക്കേഷനാണ് സൈറ്റൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ വിശന്നിരിക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ സംഗതി അപ്പമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അപ്പം കിട്ടിയാൽ കൊള്ളാം എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ അവിടെയും നോ എന്ന് പറയാനുള്ള ശക്തി മനുഷ്യനുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തുവിൻ്റെ ഈ സംഭവം. ലോകത്തുള്ള സകല പ്രാഭവവും നിനക്ക് കിട്ടാം എന്ന് പറഞ്ഞാലും വേണ്ട, എനിക്ക് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റും എന്നുള്ള ശക്തി ക്രിസ്തുവിനുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ സംഭവം ഉള്ളത്. ഇത് ഈ പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇറ്റ്സ് എ സൈക്കോളജിക്കൽ തിങ്. പിശാചുമായിട്ട് നമുക്ക് രമ്യത ഉണ്ടാക്കുക എന്ന് പറയുന്നത്, നമ്മൾ പിശാചിനെ ഈ അധമശക്തികളെ നമുക്കൊരു പെർസോണിഫിക്കേഷൻ ചെയ്താലേ ചിലർക്ക് മനസ്സിലാവുള്ളൂ. അതായത് ഇങ്ങനൊരു ശക്തിയുണ്ട്, ഒരാളുണ്ട്, പുള്ളി നിന്നെ വലയിലാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാലേ അയാളെ തള്ളിപ്പറയാനായിട്ടുള്ളൊരു ശക്തി കിട്ടുള്ളൂ എന്നതുകൊണ്ട് വളരെ ഗ്രാഫിക്കായിട്ട് ഈ അധമ വിചാരങ്ങൾക്ക് രൂപം കൊടുക്കുന്നതാണ് സൈറ്റൻ. സൈറ്റൻ വന്ന് ആവസിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈറ്റനുമായിട്ടൊരു കോൺട്രാക്റ്റ് എടുക്കുക എന്ന് പറയുന്നത് ഐ ഡു നോട്ട് നോ. അപ്പോൾ ഈ സാത്താൻ്റെ സന്തതികളാണ് എന്ന് പറയുന്നത്, സാത്താൻ്റെ സന്തതികളാണെന്ന് പറയാൻ കാര്യം, തെറ്റ് ചെയ്യുന്നവരൊക്കെ സാത്താനാണ്. തെറ്റെന്ന് പറയുന്നത് തന്നെ സാത്താൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? ദൈവത്തെ സ്നേഹിക്കാത്തവരുടെ, സഹോദരങ്ങളെ സ്നേഹിക്കാത്തവരാണ് സാത്താൻ്റെ മക്കൾ.
സാത്താൻ എന്ന് പറയുന്നത് തിന്മയുടെ മൂർത്തിഭാവമാണ്. തിന്മയുടെ മൂർത്തിഭാവത്തിൻ്റെ മക്കളാണ് നമ്മളിപ്പം നമ്മളുടെ പച്ചത്തെറിയെന്നാണ് പറയുന്നത്, കഴിവേറുടെ മോൻ എന്ന് പറയത്തില്ല. എന്താണ് അതിൻ്റെ യഥാർത്ഥത്തിൽ അർത്ഥം തന്നെ? പണ്ട് ആളുകളെ കൊന്നിരുന്ന് കഴിവിലേറ്റിയിട്ടാണ്. അപ്പം കഴിവിലേറ്റി കൊല്ലപ്പെട്ടവൻ്റെ മകനാണ്, അതാണ് നീ, അതാണ് കഴിവേറിയുടെ അതാണ് വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം. പക്ഷേ നമുക്കിത് ഒരു തെറിയാണത്. പക്ഷേ യഥാർത്ഥത്തിൽ അത്ര ഇതാണ്, നീ അത്രയ്ക്ക് നീചനാണ്, കഴിവിലേറിയവൻ്റെ മകൻ. കഴിവിൽ, കാരണം അത്രയ്ക്ക് ദുഷ്ടനായവൻ്റെ മകനല്ലേ നീ എന്നാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞ് ആ വാക്കിൻ്റെ എന്തുകൊണ്ടാണ് ആ വാക്ക് വന്നതെന്നുള്ളത് നമ്മൾ അന്വേഷിക്കുന്നില്ല. ഇതുപോലെയാണ് നമ്മൾ ഓരോന്നിൻ്റെയും വാക്കുകൾ ഉണ്ടാകുന്നത്, ചില സംഗതികൾ നമ്മൾ പെർസോണിഫൈ ചെയ്യുകയാണ്. അങ്ങനെ ദുഷ്ടതരം, ദുഷ്ടത, മോശമായ തെറ്റായ എല്ലാത്തിൻ്റെയും മൂർത്തിഭാവം എന്ന് പറയുന്നതാണ് പിശാച്. അപ്പോൾ അത് പെർസോണിഫൈ ചെയ്യുന്നു. ദൈവത്തെ തന്നെ എങ്ങനെയാണ് കാണുന്നത്? ദൈവത്തെയും മിക്ക മനുഷ്യരും കാണുന്നത് ഒരു അമാനുഷികനായ ഒരു മനുഷ്യനായിട്ടാണ്. അതിന് പറയും ആന്ത്രപ്പോമോർഫിക് വ്യൂ ഓഫ് ഗോഡ്. ദൈവത്തെ മനുഷ്യരൂപത്തിൽ കാണാൻ ശ്രമിക്കുന്നതാണ്. പക്ഷേ ദൈവം മനുഷ്യനല്ല. ദൈവം ഒരു എത്ര ഉയർത്തിയ ഒരു മനുഷ്യനാണെങ്കിലും അങ്ങനെയാകാൻ ദൈവത്തിന് പറ്റില്ല. ദൈവം അശരീരിയാണ്, സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപിക്ക് ഇതിൻ്റെ എല്ലായിടത്തുമുള്ള ഒരു ശക്തിയാണ് ദൈവം. അപ്പോൾ ദൈവത്തെ നമ്മളിങ്ങനെ മനുഷ്യനായിട്ട് കാണുമ്പോഴാണ് ദൈവം കരഞ്ഞു എന്ന് പറയുന്നത്. ദൈവത്തിന് കരയാൻ പറ്റില്ല, ദൈവത്തിന് കരയാൻ പറ്റില്ല, ദൈവത്തിന് സന്തോഷിക്കാൻ പറ്റില്ല, ചിരിക്കാൻ പറ്റില്ല. ചിരിക്കുന്നുണ്ടെങ്കിൽ ചുണ്ടുണ്ടെങ്കിലേ ചിരിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിന് ശരീരമില്ലാത്തതുകൊണ്ട് ചുണ്ടില്ല, ദൈവത്തിന് ശരീരമില്ലാത്തതുകൊണ്ട് ചെവിയില്ല. ദൈവം കേൾക്കും എന്നല്ലേ. പക്ഷേ നമ്മൾ മനുഷ്യർ എന്താ പറയുന്നത്, വേറെ വളരെ സാമാന്യക്കാരായ മനുഷ്യർക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഭാഷയിലൊക്കെ സംസാരിച്ചാലേ മനസ്സിലാവുള്ളൂ. പക്ഷേ യേശു അല്ലാതൊരു മറ്റൊരു ദൈവമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ യേശുവിനെ കാണുമ്പോൾ യേശു ഇതെല്ലാം ചെയ്തിരുന്ന ഒരാളായിട്ടല്ലേ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത്. അതൊരു മനുഷ്യരൂപം തന്നെയല്ലേ? ദൈവം മനുഷ്യരൂപം എടുത്തതാണ്, ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചതാണ്, ദൈവം യേശുവിൽ ആവസിച്ചതാണ്. മനസ്സിലായോ? അപ്പോൾ ദൈവത്തെ നമുക്ക് വാസ്തവം എന്തുകൊണ്ടാണ് മനുഷ്യരും എടുക്കേണ്ടി വന്നത്? മനുഷ്യന് ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല. ഇവൻ സുവിശേഷത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ ആരും കണ്ടിട്ടില്ല. പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ എങ്ങും ദൈവത്തെ ആരെങ്കിലും കണ്ടതായിട്ട് പറയുന്നില്ല. മോസസിന് 10 കൽപ്പനകൾ കൊടുത്തു. ദൈവം കൊടുത്തെന്നല്ലാതെ ദൈവത്തെ കണ്ടില്ല. ദൈവത്തെ കണ്ടാൽ നിൻ്റെ കണ്ണ് പൊട്ടിപ്പോകുമെന്നാണ് അന്നത്തെ അവരുടെ ധാരണ. ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവം പ്രകാശത്തിൽ വസിക്കുന്നു എന്നേ അവ്യക്തമായിട്ടേ പറയുന്നുള്ളൂ. അപ്പോൾ ദൈവത്തെ കാണുക എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇന്ന് സുവിശേഷത്തിലും ബൈബിളിലും എവിടെയാണേലും ഈവൻ മറ്റു മതങ്ങളിലും പോലും അങ്ങനെ തന്നെയാണ്, ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ആ ദൈവത്തെ കാണാത്ത ദൈവത്തെ നമ്മളപ്പോൾ ഏതെങ്കിലും തരത്തിൽ മൂർത്തിഭാവം കൊടുത്താലേ നമുക്ക് ബലഹീനരായ, ബുദ്ധി അധികം വികാസിക്കാത്ത നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യരൂപമൊക്കെ കൊടുക്കുന്നത്. അപ്പം പിശാചിന് അതുപോലെ തന്നെ ഒരു മൂർത്തിഭാവം നമ്മൾ കൊടുക്കുന്നു, ദൈവത്തിനൊരു മൂർത്തിഭാവം കൊടുക്കുന്നു. അല്ലാതെ ദൈവം രൂപമുള്ള ഒരാളല്ല. അപ്പം പിശാചിനെ നമ്മൾ പെർസോണിഫൈ ചെയ്യുന്നതല്ലാതെ എന്താണ് പെർസോണിഫിക്കേഷൻ ഓഫ് ഓൾ ഈവിൾ എന്നുള്ള അർത്ഥത്തിലാണ് പിശാചിൻ്റെ സന്തതിയാണ് നീ എന്ന് നമ്മൾ പറയുന്നത്. പറഞ്ഞ് നമ്മളങ്ങനെ ആക്കുന്നതാണ്. അപ്പോൾ ഈ ആത്മാവ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും, ആത്മാവ് മനുഷ്യൻ സോൾസ്, ആത്മാവും ശരീരമുള്ളതാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഡെഡ് ബോഡി മാത്രമേ ഉള്ളൂ, ശരീരം മാത്രമേ ഉള്ളൂ. അതിന് മുമ്പായിരുന്നപ്പോഴത്തെ അദ്ദേഹം കാണാൻ സാധിക്കുമായിരുന്നു. നമ്മൾ നമുക്കറിയാമല്ലോ, മരിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതെന്നേ പറയത്തുള്ളൂ. എൻ്റെ അച്ഛനാണ് എന്ന് പറയാം, പക്ഷേ ശവം എന്നേ നമ്മൾ പറയുള്ളൂ. അപ്പോൾ ആത്മാവ് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി ബോഡി. അപ്പോൾ എന്താണ് അതിൽ നിന്ന് പോയത്? ആത്മാവാണ് പോയത്. അപ്പോൾ ആത്മാവും ശരീരവും ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഈ പൊസഷനൊക്കെ യഥാർത്ഥത്തിൽ സത്യമാണോ? പൊസഷൻ എന്ന് പറയുന്നത് യു ഹാവ് ടു ഡിസ്റ്റിങ്വിഷ്. പൊസഷൻ എല്ലാം
എൻ്റെ അഭിപ്രായത്തിൽ എല്ലാം സൈക്കോളജിക്കൽ കേസസാണ്. സൈക്കോളജിക്കൽ കേസസാണ്. സൈക്കോ അനാലിസിസുകാർക്ക്, സൈക്കോ അനലിസ്റ്റുകൾക്ക് അവർ ഹാൻഡിൽ ചെയ്യേണ്ട കേസുകളാണ്. അപ്പം പിശാചിനെ ഇറക്കുക എന്ന് പക്ഷെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പള്ളികളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് പള്ളിയിൽ ചെന്നിട്ട് കൈകാര്യം ചെയ്യുന്ന പറഞ്ഞാൽ അതൊരു അവർക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ അടുത്ത് ചെന്നാൽ ഈ പിശാചിനെ ഒരു എന്താ പറയുക, ഒരു മൂർത്തിഭാവം കൊടുത്തിരിക്കുകയാണ്, പിശാച് ആവസിച്ചിരിക്കുകയാണെന്നാണ് വിചാരിക്കുന്നത് സൈക്കോളജിക്കൽ കേസ് വരുമ്പോൾ. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾക്ക് സൈക്കോളജിസ്റ്റൊക്കെ ഉണ്ടായിട്ടുള്ളത്. നമ്മളിങ്ങനെയുള്ള കേസ് വന്നാൽ അച്ഛൻ്റെ അടുത്തല്ല ഇപ്പോൾ കൊണ്ടുപോകുന്നു. ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ കാര്യം പറഞ്ഞാൽ നേരെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്കാണ് വിടുക. മനസ്സിലായോ? അവർക്ക് ട്രീറ്റ് ചെയ്യാവുന്ന ട്രീറ്റ് ചെയ്യും, ചിലതിന് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ചിലർ വയലൻ്റ് ആകും, ചിലർ അമാനുഷികമായ ശക്തി കാണിക്കും. കാരണം ഈ കോൺഷ്യസ് മൈൻഡ് ഇല്ലാത്തപ്പോൾ അൺകോൺഷ്യസ് മൈൻഡ് ഈസ് വെരി പവർഫുൾ. അപ്പോൾ ആ പവർഫുള്ളായിട്ടുള്ള നമ്മുടെ വികാരങ്ങളുടെ മുഴുവൻ ഇരിപ്പിടമാണ് അൺകോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ഈ വികാരം തീവ്രമായിട്ട് കാണിക്കാൻ പറ്റും അവർക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള വികാരം തീവ്രമായിട്ട് കാണിക്കുമ്പോൾ അത് നമുക്ക് ചിലത് നമുക്ക് ഇഷ്ടപ്പെടാത്തതാകുമ്പോൾ അത് പൈശാചികമാവും, ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നമുക്ക് നല്ല കാര്യമാവും. അപ്പോൾ ആ അബോധ മനസ്സിലെ ഭാവത്തിൻ്റെ മൂർത്തീകരണമാണ് ഈ പിശാച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ പ്രാർത്ഥന കൊണ്ടും ഈ കൊണ്ടുപോകപ്പെടുന്ന ആൾക്കും പള്ളിയെന്ന് പറയുന്നത് വിശുദ്ധമായ ഒരു സ്ഥലമാണെന്നുള്ളൊരു അബോധ മനസ്സിലുണ്ട്. അതൊക്കെ ഇൻ്റർപ്ലേ ചെയ്തിട്ടാണ് അസുഖങ്ങളൊക്കെ മാറുന്നത്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ചില വെള്ളം എടുത്ത് അവരുടെ ദേഹത്ത് ഹനാൻ വെള്ളം എന്ന് നിങ്ങൾ പറയും, ഹനാൻ വെള്ളം എന്ന് പറയും, ഹനാൻ വെള്ളം തളിക്കുന്നു. അതൊക്കെ ഇറ്റ് ഈസ് ഓൾ സിമ്പിൾസ്. ഇഫക്റ്റ് ഉണ്ടാകുന്നത് അവരുടെ മനസ്സിൽ മാറ്റം വരുമ്പോഴാണ്. അല്ലാതെ ഒരു പിശാചിങ്ങനെ ഒരാൾ വന്നങ്ങോട്ട് ഗ്രസിച്ചിരിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഈ എക്സോസിസം അങ്ങനെയുള്ള കാര്യങ്ങൾ പള്ളികൾ അതിനെ ചെയ്യരുത് എന്ന് പറയുന്നത്. എക്സോർസിസം എന്ന് പറയുന്നത് മുമ്പെല്ലാം പിശാചായിരുന്നു. മനസ്സിലായോ? എന്തെങ്കിലും യേശു പോലും പിശാചിനെ അടിച്ചമർത്തി പിശാചിന് വന്ന് പരീക്ഷിച്ചു എന്ന് പറയുന്നില്ല, സുവിശേഷത്തിൽ പറയുന്നുണ്ട്. കാരണം അക്കാലത്തെ ധാരണ, കാലത്തെ ജനങ്ങളുടെ കോൺസെപ്റ്റ്, അക്കാലത്തെ സംസാര രീതി അങ്ങനെയായിരുന്നു. മോശം ആഗ്രഹങ്ങളുണ്ടായി, ഭക്ഷണത്തോടുള്ള ആഗ്രഹം യേശുവിനുണ്ടായി. എന്നാൽ കല്ല് അപ്പമായി തീരട്ടെ. അപ്പോൾ അത് വിവരിക്കാനായിട്ട് ഇങ്ങനെ ഒരു പെർസോണിഫിക്കേഷൻ കാരണം അന്നത്തെ ജനങ്ങൾക്ക് ഇത് വളരെ നോർമലായിരുന്നു. മോശമായിട്ടുള്ള കാര്യമെല്ലാം പിശാചാണ്, പെർസോണിഫൈഡ് ആയിട്ടുള്ള പിശാചാണ് തോന്നിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സിലാണെന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, അഥവാ വികാരമുള്ളത്. അപ്പോൾ അന്നത്തെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എന്നാലും ചില ഇടങ്ങളിൽ പോകുമ്പോൾ, ചില സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രസൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതി ഉണ്ടാകുന്നത് അത് എല്ലാ മനസ്സിൻ്റെ ആണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയും. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അതിന് ഈ മോഡേൺ മെഡിസിനിൽ തന്നെ പറയുന്നൊരു വാക്കുണ്ട്, പ്ലസേബോ ഇഫക്റ്റ് എന്ന് പറയും. പ്ലസേബോ ഇഫക്റ്റ്. പ്ലസേബോ എന്നുള്ള ഒരു ലത്തീൻ വാക്കാണ്. അതിൻ്റെ അർത്ഥം ഐ ലൈക്ക് പ്ലസേബോ, ഞാനതിൽ സംപ്രീതനാണ്. അപ്പോൾ പ്ലസേബോ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമാണ്, ഐ ആം ഹാപ്പി അബൌട്ട് ദാറ്റ്. ആ പ്ലസേബോ ഇഫക്റ്റ് എന്ന് പറയുന്നത് ശരിക്കുള്ള മരുന്ന് കൊടുക്കാതെ വെറും നിർദോഷമായിട്ടുള്ള വെള്ളം കുത്തിവെച്ച് സുഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്ലസേബോ ഇഫക്റ്റാണ്. കാരണം ഈ ഡോക്ടർ തരുന്നത് മരുന്നാണ് എന്ന് 110% വിശ്വസിച്ചുകൊണ്ട് സ്വീകരിച്ചിട്ട് സുഖമായി. അങ്ങനെ റിസർച്ച് നടത്തിയിട്ടുണ്ട്. ഈ ശരിക്കുള്ള മരുന്ന് കൊടുത്തും ഈ പറഞ്ഞ ഫേക്കായിട്ട് മരുന്നല്ലാത്തത് വെറുതെ വെള്ളം പോലുള്ള നിർദോഷമായിട്ടുള്ള മരുന്ന് കൊടുത്തും ഓരോ ഗ്രൂപ്പിനെ പരീക്ഷിച്ചിട്ടുണ്ട്. നിർദോഷമായിട്ടുള്ള മരുന്ന് കൊടുത്തവർ സുഖപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ദേ ബിലീവ് ദാറ്റ് ദിസ് ഡോക്ടർ ഈസ് ഗിവിങ് മീ ദ റൈറ്റ് മെഡിസിൻ എന്ന് പ്ലസേബോ ഇഫക്റ്റ്, അവരുടെ ആ വിശ്വാസം കൊണ്ട് ക്യൂർ ചെയ്യപ്പെടുന്നതാണ്. അത് നമ്മുടെ സാമാന്യ രോഗത്തിനും അതൊക്കെ ചെയ്യാവുന്നൊരു ടെക്നിക്കാണത്. വാസ്തവത്തിൽ നമ്മുടെ മനസ്സ് ആണ് നമ്മുടെ രോഗവും മരണവും പോലും തീരുമാനിക്കുന്നത്. അല്ല, ഇതിനകത്ത് ഞാൻ ചോദിച്ചത് ഈ പ്രേതാലയം പോലെ കിടക്കുന്ന ചില വീടുകളിൽ പോകുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് അവിടെ ഒരു പ്രസൻസ് തോന്നുന്നു, അല്ലെങ്കിൽ അതൊരു അതെല്ലാം പേടിയാണ്. ഇപ്പം പണ്ടൊക്കെ സിമിത്തേരി പോകാൻ പേടിയായിരുന്നു, ഇപ്പം സിമിത്തേരി പോകാൻ പേടിയില്ല. ഇല്ല, മനസ്സിലായോ? പണ്ടൊക്കെ സിമിത്തേരി പോകാനായിട്ട് ആളുകൾക്ക് പേടിയായിരുന്നു. സിമിത്തേരിയുടെ അടുത്തൂടെ ഞാൻ പോയിട്ടില്ല, എനിക്ക് പേടിയായിരുന്നു. ഒരുപാട് കഥകളുണ്ടായിരുന്നു.
കാരണം അക്കാലത്തെ ആളുകൾ പറഞ്ഞിരുന്നതും അങ്ങനെയുള്ള കഥകളാണ്. എൻ്റെ ഒരു എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്ന കാലത്ത് എൻ്റെ ഒരു ബന്ധത്തിലുള്ള എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പ്രായത്തിലുള്ള ഒരാൾ വീട്ടിൽ വന്നിരുന്ന് ചില കാര്യങ്ങൾ ഇതുപോലെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്നുണ്ടെന്ന് ഒരു 2 കിലോമീറ്റർ ദൂരെയാണ് പുള്ളിയുടെ വീട്. പുള്ളി ഇങ്ങനെ അന്നെന്ന് പറഞ്ഞാൽ വരമ്പ് മാത്രം, ഞങ്ങൾ കുട്ടനാട്ടുകാരാണ്, അപ്പം വരമ്പത്തൂടെയാണ് നടന്നു പോകേണ്ടത്. ഇടയ്ക്ക് വീടുകളൊന്നുമില്ല, ഇന്നത്തെ പോലെ അടുത്തടുത്ത് വീടുകളൊന്നുമില്ല. അന്ന് ഒരു സ്ഥലം കഴിഞ്ഞാൽ പിന്നെ സ്ഥലം വരെ പാടത്തിൻ്റെ നടുക്കൂടെ പോകണം. അപ്പം വരമ്പത്തൂടെ ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്ക് പുള്ളി പിശാചിനെ കണ്ടു, പേടിച്ചു. എന്ന് പറഞ്ഞു. സംഭവം എന്നതാ, പുള്ളി ചൂട്ടുകറ്റയുമായിട്ടാണ് പോകുന്നത്. അന്ന് വിളക്ക് നമുക്ക് ടോർച്ചൊന്നുമില്ല, അപ്പം ചൂട്ടുകറ്റ ഉണ്ടാകും, അത് കത്തിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ വീശിയാണ് കത്തിക്കുന്നത്. വീശുമ്പോൾ വാഴയും മറ്റു സാധനങ്ങളും അതിൻ്റെ ഇമേജസൊക്കെ വരും. അപ്പം ചില ബ്ലാക്ക് ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നതായിട്ടും മറ്റൊക്കെ കാണുന്നതാണ്. പക്ഷേ പുള്ളിക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ വളരെ എന്താ പറയുന്നത്, വിവിഡായിട്ടുള്ള കഥകളൊക്കെ പറയുന്ന കാലമാണ് അന്ന്. അപ്പോൾ എവറിത്തിങ് വിൽ ബി പെർസോണിഫൈഡ്. അപ്പം പിശാച് വന്നു, പിശാച് എൻ്റെ പുറകെ വരുന്നിട്ട് എനിക്ക് തോന്നിയെന്നൊക്കെ പുള്ളി പറയും. അപ്പോൾ പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതായിരിക്കുമല്ലോ കാരണം ഇത് വീശുമ്പോഴത്തേക്ക് വാഴയൊക്കെ ഉണ്ട് കണ്ടത്തിന് നടുക്ക്, അങ്ങനെ തോന്നിയതായിരിക്കണമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പുള്ളിക്കൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതുപോലെയാണ് ഓരോ സമയത്തുള്ള മനുഷ്യരുടെ ഭാവനയെ വളരെ ആശ്രയിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള ടെർമിനോളജിയൊക്കെ, വാക്കുകളൊക്കെ. ഇപ്പോൾ ഞാൻ തന്നെ കേട്ടിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ മറ്റുള്ള ദൈവങ്ങളിൽ വിശ്വസിക്കാൻ പാടില്ല എന്ന് ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നുണ്ടെന്ന്. ഇപ്പോൾ യേശു അല്ലാതെ ഇപ്പോൾ ഇന്ന് ഹീലിംഗ് മൊഡാലിറ്റീസ് ഒരുപാടുണ്ട്. അപ്പോൾ ഏഞ്ചൽ ഹീലിംഗ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതൊന്നും ക്രിസ്തീയതയ്ക്ക് പറ്റിയതല്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കാര്യം ചിലരുടെ അടുത്ത് എന്നാൽ സുഖം പ്രാപിക്കുന്നു. എൻ്റെ മൂത്ത സിസ്റ്ററിനെ കിട്ടിയ ഒരു ഡോക്ടറാണ്. പുള്ളി ചികിത്സിച്ചിരുന്നത് വാസ്തവത്തിൽ പുള്ളിയുടെ ചിരി കൊണ്ടാണ്. പുള്ളി കൊടുക്കുന്നതെല്ലാം വളരെ നിസ്സാരമായ മരുന്നുകളാണ് കൊടുക്കുന്നത്. പക്ഷെ പുള്ളി ഇടപെടുന്നു, അവരോട് സംസാരിക്കുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നതൊക്കെ കണ്ടാൽ അവർക്കങ്ങ് സന്തോഷം മനസ്സിലുണ്ടാകും. അതുപോലെയാണ് പുള്ളി. അങ്ങനെ സംസാരിച്ച് ഞങ്ങളെല്ലാവരും പറയുമായിരുന്നു പുള്ളി ചികിത്സിക്കുന്നത് മരുന്ന് കൊണ്ടല്ല, ചിരി കൊണ്ടാണ്. ഇതുപോലെയാണ് ചിലരുടെ അടുത്ത് എന്നാൽ സംസാര രീതി കൊണ്ട് അവർക്ക് പ്രത്യേക കഴിവുണ്ട്, മനസ്സിലായോ? അവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കാനുള്ള കഴിവുണ്ട്, ആ രീതിയിൽ സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ ആ അച്ഛൻ്റെ അടുത്ത് പോയാൽ നമുക്കൊരു സമാധാനം കിട്ടും. പക്ഷേ വാസ്തവത്തിൽ നടക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മുടെ മനസ്സിലാണ് വ്യതിയാനം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടൊന്നുമല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി കൊണ്ട്, അദ്ദേഹത്തിൻ്റെ സംസാര രീതി കൊണ്ട് വി ഫീൽ ദാറ്റ് വി ആർ ഗോയിങ് ടു ബി. തന്നെയുമല്ല, ഇപ്പോൾ സപ്പോസ് ഇദ്ദേഹത്തിന് കഴിവുണ്ടെന്ന് എല്ലാം ഒരു 1000 പേര് പറഞ്ഞാൽ അദ്ദേഹത്തിന് കഴിവുണ്ട്, അങ്ങനെ വിശ്വാസമുള്ളവരെ അവിടെ പോവുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും സംഭവിക്കും, ഇത് സംഭവിച്ചിരിക്കും എന്നും പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ മനസ്സ് ഈസ് റെഡി, മനസ്സ് അതിൽ തന്നെ റെഡിയാണ് സുഖപ്പെടാനായിട്ട്. അങ്ങനെ സംഭവിക്കുന്നതാണ്. അതെല്ലാം ഈ പറഞ്ഞ പ്ലസേബോ ഇഫക്റ്റ് ആണെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ഒത്തിരി കച്ചവടവൽക്കരിക്കപ്പെടുന്നുണ്ട്, അതുകൊണ്ട് അതാരും സമ്മതിച്ചു തരത്തില്ല. അപ്പോൾ അതൊക്കെ ഒരു തരം അബറേഷൻ ഓഫ് റിയൽ ഫെയ്ത്ത് എന്നാണ് എൻ്റെ വിചാരം. ഇപ്പോൾ അതേപോലെ തന്നെ വിശ്വാസം എല്ലാത്തിനും ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ യേശുവിൽ വിശ്വസിക്കാൻ പോലും കാരണങ്ങൾ തേടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അച്ഛൻ എങ്ങനെയാണ് യേശുവിൽ വിശ്വസിച്ചതും അച്ഛൻ്റെ ഇതിലേക്ക്, ഇപ്പോൾ നമുക്കറിയാലോ ഒരു പ്രീസ്റ്റ് ആകണമെങ്കിൽ, വൈദികനിലേക്ക് പോകണമെങ്കിൽ അപ്പോൾ നമുക്കുണ്ടാകുന്ന മനസ്സിൻ്റെ കാഴ്ചപ്പാടുകൾ, അച്ഛൻ എങ്ങനെയാണ് യേശുവിനെ മനസ്സിലാക്കിയത്? യേശുവിനെ ഞാൻ മനസ്സിലാക്കുന്നത്, യേശുവിൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യേശു എന്ന് പറയുന്നത് ദൈവം മനുഷ്യനായാൽ എങ്ങനെ ഇരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനായത്. ദൈവം മനുഷ്യനായാൽ എങ്ങനെ ചരിക്കും, എങ്ങനെ സംസാരിക്കും, എങ്ങനെ ഇടപെടും, എങ്ങനെയെല്ലാം ചെയ്യും, എങ്ങനെയെല്ലാം സംസാരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ട്, മനുഷ്യന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യേശു ദൈവം മനുഷ്യനായത്. അപ്പോൾ ദൈവം മനുഷ്യനായപ്പോൾ യേശു ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് ഒറ്റ സെൻറ്റൻസിൽ എവിടെയോ ആരുടെ സുവിശേഷത്തിലാണ് എനിക്കറിയുന്നത്,
അവൻ എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി എന്നൊരു വാചകമുണ്ട്. അതാണ് മനോഹരമായിട്ടുള്ള വാചകം. യേശുവിൻ്റെ ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ നോക്കിയാൽ എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ഒരാളാണ്. അതേസമയം ക്രിട്ടിസൈസ് ചെയ്യേണ്ടവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, വിമർശിക്കേണ്ടവരെ വിമർശിക്കുന്നുണ്ട്, ചാട്ടവാർ എടുക്കേണ്ടടുത്ത് ചാട്ടവാർ എടുത്തിട്ടുണ്ട് കർക്കശമായിട്ട്. കാരണം ദൈവത്തിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് വ്യതിചലിക്കുന്നവരെ ചാട്ടവാർ തന്നെ എടുത്ത് ശിക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ യേശു പക്ഷേ ബൈ നേച്ചർ എപ്പോഴും നന്മ ചെയ്യുകയും നന്മ ചെയ്തുകൊണ്ട് കടന്നു പോവുകയും ചെയ്യുന്നു. അതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ വാസ്തവത്തിൽ അന്തരാർത്ഥം എന്നാണ് എൻ്റെ വിചാരം. അങ്ങ് യേശുവിനോട് അടുപ്പിച്ചൊരു സന്ദർഭം ഓർത്ത് പറയാമോ? അങ്ങനെ ഒരു പ്രത്യേക സന്ദർഭം കൊണ്ടല്ല, യേശുവിനെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് ഇതായിരുന്നു എനിക്ക്. അതുകൊണ്ട് എനിക്ക് അച്ഛനാകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അച്ഛനായാലാണ് ഇത് കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ഒരു ഫാമിലിയിലാണെങ്കിൽ നമ്മൾ ഫാമിലിയിൽ വൈഫിൻ്റെ ഇഷ്ടങ്ങൾ നോക്കണം, മക്കളുടെ ഇഷ്ടം നോക്കണം, മക്കളുടെ സമയം നോക്കണം, വീട്ടിലെ സാഹചര്യം നോക്കണം. ഇപ്പം ഉദാഹരണം പറഞ്ഞ ഒരു അച്ഛനാണെങ്കിൽ ഒരു രോഗിയുണ്ട് ഒന്നൊന്ന് കാണാമെന്ന് ചോദിച്ചാൽ റെഡിയായിട്ട് വരാൻ പറ്റും. ഒരു വിവാഹിതനാണെങ്കിൽ കൊച്ചിന് പനിയായിട്ട് അയ്യോ എൻ്റെ കൊച്ചിന് പനിയാണ് എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? വൈദികർ കല്യാണം കഴിക്കാത്തത് അതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഈസ് ടോട്ടലി അവൈലബിൾ ഫോർ ദ പീപ്പിൾ. അപ്പോൾ അങ്ങനെ ഒരു ജീവിതമാണ് വൈദികൻ്റെ എന്ന് പറയുന്നത്. മറ്റെല്ലാവർക്കും വേണ്ടിയിട്ട് എപ്പോഴും അവൈലബിൾ, ഏത് സാഹചര്യത്തിലും. ദർ ഇസ് നോ ഇംപെഡിമെൻറ്റ്. എല്ലാവർക്കും നന്മ ചെയ്യാൻ കഴിയും, എല്ലാവർക്കും നന്മ ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിത രീതി. അതുകൊണ്ടാണ് അത് തിരഞ്ഞെടുത്തത്. അതായിരുന്നു എൻ്റെ ആഗ്രഹവും. യേശുവിനെ പോലെ ജീവിക്കാനാണ് ആഗ്രഹം. അതാണ് വിളി. അതിനെക്കുറിച്ച് പറയുന്നത് ഓരോ ക്രിസ്ത്യാനിയും അത് തന്നെ ആയിരിക്കണം. ആൾട്ടർ ക്രിസ്തു എന്നാണ് ലത്തീൻ ഭാഷയിൽ പറയുന്നത്. അനദർ ക്രൈസ്റ്റ്, അതാണ് ക്രിസ്ത്യൻ. അപ്പോൾ ക്രിസ്ത്യാനിയിലുള്ള എല്ലാവരും മറ്റൊരു തീർച്ചയായിട്ടും വൈദികർ മാത്രമല്ല, പിന്നെ സാമാന്യ ജനങ്ങളുടെ ഇടയിൽ ഇത് നടക്കാത്തത് കൊണ്ട് കുറച്ച് പേര് ഇത് വ്രതമായിട്ടെടുത്ത് അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് വൈദികർ. വൈദികരെ കണ്ടാൽ യേശുവിനെ ഓർമ്മ വരണം. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡായിട്ട് മറ്റൊരു ദിവസം ഇരിക്കാം. താങ്ക് യു സോ മച്ച്.